കുറെ കാലമായി മേലെന്നുകൊണ്ട് വിളി കേട്ടിട്ട് ഒരാളുണ്ട് വിളിക്കാൻ. അയാൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അയാളോട് പറഞ്ഞിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിൽ കൈയിടണ്ട. ആ കൈ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഈ പാറക്കടവ് പ്രദേശത്തെ പൊതുസമൂഹം പറയുന്നു, ഈ വേട്ടക്കാർക്ക് വേണ്ടിയാണ് ആ വിദ്വാൻ തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് ചലിക്കുന്നതെങ്കിൽ അയാൾ ഇരുത്തേണ്ടത് തീർക്കാൻ പാറക്കടവ് പ്രദേശത്തെ ജനങ്ങൾ തയ്യാറാവുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതിന്റെ പേരിലാണ് ഇത്തരം ആളുകളെ ന്യായീകരിക്കാൻ പോകുന്നത്. അവരെ പിടിക്കണം, അവരെ പിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആ രൂപത്തിൽ കൊണ്ടുവരുമ്പോ അതിന് അനുകൂല സമീപനമല്ല സ്വീകരിക്കേണ്ടത്. വേദന ഉണ്ട് ഞങ്ങൾ ഈ കാര്യം പറയുമ്പോ. പേരോട് പറയുന്നു, രക്ഷിതാക്കളെക്കാൾ വലിയ വേദന ഈ കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾക്കാണ്. രക്ഷിതാക്കൾക്കുള്ള വേദനയുടെ പകുതിയല്ല, 100-ൽ 1 പേരോട് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വാചകത്തെ ചേർത്ത് ആ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് പേരോട് നടത്തുമായിരുന്നില്ല. എന്താ സംഭവം? പീഡിപ്പിക്കപ്പെട്ട കുട്ടി ആദ്യം പേരോടിന്റെ തിരക്കഥ പറയുന്നത് എന്താ? 9 ദിവസം കഴിഞ്ഞിട്ട് പരാതി വരുന്നത്. അതുവരെ പീഡിപ്പിക്കപ്പെട്ട കുട്ടി എവിടായിരുന്നു? ഇതെന്തൊരു വർത്തമാന പേരോടെ? 8-9 ദിവസം കഴിഞ്ഞിട്ട് ആ കുട്ടി പരാതിയുമായി വരുന്നത് എന്ന് ആരോടാ പറയുന്നത്? ആ കുഞ്ഞിനോടോ? കുട്ടിക്കറിയോ ഇതെന്താ സംഭവിച്ചത് എന്ന്? 4.5 വയസ്സുള്ള ഈ കുട്ടിയെ പീഡിപ്പിച്ചപ്പോ കുട്ടി എവിടെയാ പറയേണ്ടത്, എങ്ങനെയാ പറയേണ്ടത് എന്നറിയോ? കുട്ടിയുടെ ശാരീരികപരമായിട്ടുള്ള ക്ഷീണം കാണുമ്പോ, പീഡനത്തിന്റെ അവസ്ഥ അറിയാത്ത മാതാപിതാക്കൾ ഡോക്ടറെ സമീപിക്കുകയാണ്. ഞാനത് പറയേണ്ടി വരുന്നത് വേദനയുണ്ട്. കുഞ്ഞിന് സംഭവിച്ചിട്ടുള്ള ശാരീരികപരമായിരിക്കുന്ന ചില വിഷയം ഞാനത് പച്ചക്ക പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് ഡോക്ടർ മരുന്ന് കൊടുക്കുന്നു താൽക്കാലികമായി. അവിടെയും സുഖപ്പെടാതെ വന്നപ്പോ 2ാമത്തെ ഡോക്ടറെ സമീപിക്കുന്നു. അയാളും അതുപോലുള്ള മരുന്ന് കൊടുക്കുന്നു. അവിടെയും കാണാതെ വന്നപ്പോഴാണ് തലശ്ശേരിയിലെ ഒരു ലേഡി ഡോക്ടറെ സമീപിക്കാൻ വേണ്ടി മാതാപിതാക്കൾ തയ്യാറാകുന്നത്. ആ ലേഡി ഡോക്ടർ A to Z ഈ കുഞ്ഞിനെ കൗൺസിലിംഗ് നടത്തി ചോദിച്ചപ്പോഴാണ് പീഡനത്തിന്റെ കഥ പുറത്തു വരുന്നത്. അതനുസരിച്ചുകൊണ്ട് ഡോക്ടർ അന്വേഷണം നടത്തിയപ്പോ ആ ഡോക്ടറുടെ പരിശോധനയിൽ പൂർണ്ണമായും ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന ബോധ്യമാകുന്ന അടിസ്ഥാനത്തിലാണ് ആ ഡോക്ടർ ഈ ശ്രമത്തെ ഇതിന് പരാതിയായി എഴുതി വാങ്ങുവാനും ശ്രമിക്കുന്നത്. ദിവസം 9 അല്ല, ഒരുപക്ഷെ അതിലപ്പുറം കഴിയും. ആ കുഞ്ഞിന് പിറ്റേ ദിവസം തന്നെ പോയി ഉമ്മയോട് പറയാനുള്ള ബോധമുണ്ടോ? പേരോടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു, അതുകൊണ്ട് ഉമ്മ അപ്പോൾ ചോദിക്കാം. എന്നിട്ട് ഉളുപ്പില്ലാതെ പേരോട് പറയുന്നു, 9 നാൾ കഴിഞ്ഞിട്ടാണോ പരാതിയുമായി വരുന്നത്? അതുവരെ പരാതി ആർക്കുമില്ല. ഞങ്ങൾ സ്ഥാപനത്തിൽ നിന്ന് നന്നായി ഇറങ്ങിപ്പോയ കുട്ടിയ 9 ദിവസം കഴിഞ്ഞപ്പോഴാണ് പരാതിയുമായി വരുന്നത്. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പീഡനം നടന്നാൽ ഇത്ര മിനിറ്റിന്റെ ഉള്ളിൽ അതിന്റെ പ്രതികരണം അറിയിക്കണം എന്ന് പറയുന്ന ജന്തുശാസ്ത്രമുണ്ടല്ലോ, അത് പേരോട് ഞങ്ങൾക്കറിയില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നുള്ളൂ. ഇതൊക്കെ ആ കുഞ്ഞ് സഹിച്ചിട്ട് ആ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ആ കുഞ്ഞിന്റെ ഭാവിയല്ലേ പ്രിയപ്പെട്ടവരോട് ബാധിച്ചത്? ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടും പ്രിയപ്പെട്ട പേരോട് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട പേരോട് മനസ്സകാഫി, താങ്കളുടെ മകളാണ് ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടതെങ്കിൽ ഇങ്ങനെ പരസ്യമായി പച്ചക്ക് പറയുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ഇവിടെ ചോദ്യം. 2-3 ഡോക്ടറുടെ പരിശോധനയുടെ റിപ്പോർട്ട് കിട്ടിയിട്ട് മാന്യമായി അന്വേഷിക്കാൻ പോലും തയ്യാറാകാതെ പരാതി പറഞ്ഞ കുഞ്ഞിനെ ആക്ഷേപിക്കാനും ആ കുഞ്ഞിന് സ്ഥിരതയില്ല എന്ന് പറയാനുമുള്ള താങ്കളുടെ തൊലിക്കട്ടിയുണ്ടല്ലോ, ആ തൊലിക്കട്ടിക്ക് മുമ്പിൽ കണ്ടാമൃഗം പോലും നാണിച്ചു പോകും എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അത് അല്പമല്ല, ഒട്ടേറെ അതിൽ കടന്നുപോയി എന്നാണ് സൂചിപ്പിക്കുന്നത്. 9 ദിവസം കഴിഞ്ഞപ്പോൾ പരാതി പറയുന്നത്, 9 നാൾ കഴിഞ്ഞപ്പോൾ ആ വിഷയത്തെ പറയുന്നത് അല്ല. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പൊക്കിപ്പിടിച്ച് പ്രശ്നമാക്കാനാണ് അമ്മാവന്റെ തീരുമാനമെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മയുടെ തീരുമാനമെങ്കിൽ, അല്ലെങ്കിൽ പിതാവിന്റെ തീരുമാനമെങ്കിൽ അത് 1-ാം തീയതി പരാതിയുമായി വരുമായിരുന്നല്ലോ. 9 നാൾ കഴിഞ്ഞത് എന്നതിന്റെ അർത്ഥം എന്താ? ഒറ്റടിക്ക് പരാതിയുമായല്ല, പരിശോധനയുടെ അന്വേഷണത്തിന്റെ എല്ലാം കഴിയട്ടെ എന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയതിന്റെ ശേഷമാണ് പരാതി പറഞ്ഞത്. പരാതി പറയുമ്പോ അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയുന്നത് ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്,
തൃപ്തിപ്പെടുത്തുക എന്നതല്ല ഞങ്ങളുടെ ഉദ്ദേശം. പേരുടെ ബഹുമാൻ സഖാഫിയെ തേജോവനം ചെയ്യുക എന്നതുമല്ല ഞങ്ങളുടെ ഉദ്ദേശം. പേരോടിനെ നിയന്ത്രിക്കുന്നു എന്ന മട്ടിൽ എന്തും പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന നേതൃത്വത്തെ വഷളാക്കുക എന്നതുമല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങൾ അതേ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ പല വഴിക്കും പല രൂപത്തിലും പറയും. പക്ഷെ ഇവിടെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ, ഒരു പിഞ്ചുകുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഞങ്ങൾ പറയുന്നത് സമഗ്രമായ അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തെ നീട്ടിക്കൊണ്ടുപോകാതെ സമഗ്രമായ അന്വേഷണത്തിന്റെ ആദ്യപടി എന്ന നിലയിൽ കുറ്റവാളികളെ നടപടിയുടെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ സ്ഥാപനത്തിന് പുറത്താക്കാനുള്ള ഒരു സന്മനസ് ഇവർ കാണിക്കണം എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. അന്വേഷണം നടത്തട്ടെ. കുറ്റവാളികൾ നിരപരാധികളാണെന്ന് തെളിഞ്ഞ സ്ഥാപനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാട്ടെ. ഞങ്ങൾ മനസ്സ് പിടിച്ചെടുത്തുള്ള പരാതിയില്ല. പക്ഷെ അതൊന്നും നടപ്പാവാതെ അതൊന്നും ചെയ്യാതെ 4 ആളുകൾ പ്രതിഷേധിക്കുമ്പോ ആ പ്രതിഷേധത്തിൽ SKSF അതിന്റെ പിന്നിൽ എന്ന ആരോപണമുണ്ടല്ലോ, അത് സമ്മതിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഒരു പിതാവിനും ഒരു മാതാവിനും അറിയില്ലേ ഇങ്ങനെ പ്രശ്നം ജനങ്ങൾ അറിഞ്ഞാൽ ആ കുട്ടിന്റെ ഭാവിയെ ബാധിക്കുന്നു? ഒരു ദിവസം ധാരാളം സഖാഫി സിറാജുൽ ഹുദയിൽ നിന്നുകൊണ്ട് ശീതീകരിച്ച റൂമിൽ കിടന്ന് സുഖലോലുപനാകുന്ന സന്ദർഭത്തിൽ സ്വന്തം റിലാക്സ് വരുന്ന സമയത്ത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രിയപ്പെട്ട പേരോട് ചിന്തിക്കും. ഒരു പിതാവോ ഒരു മാതാവോ ഒരു അമ്മോനോ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മാതിരി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുന്ന ഒരു ആരോപണമായി മുന്നോട്ട് വരുമോ? സംഘടനാ വിരോധമാണെങ്കിൽ, കാന്തപുരം വിഭാഗത്തെ എതിർക്കാനുള്ള ദുരുദ്ദേശമാണെങ്കിൽ, സഖാഫിയുടെ സ്ഥാപനത്തെ തകർക്കുക എന്ന ദുരുദ്ദേശമാണെങ്കിൽ, സ്വന്തം കുഞ്ഞിനെ ബലിയാടാക്കി മാതാപിതാക്കൾ ശ്രമിക്കുമെന്നുള്ള ധാരണ മൗഢ്യമല്ല കൂട്ടരെ? സ്വന്തം മക്കളെ ബലിയാടാക്കിയിട്ട് വേണോ സ്ഥാപനത്തെ ആക്ഷേപിക്കാൻ? അങ്ങനെ ഒരാളും ചെയ്യില്ല എന്നത് ആർക്കറിയാത്തത്? അതുകൊണ്ട് പ്രശ്നം നടന്നിട്ടുണ്ട്. ആരാണ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ മുനീറിനെ അറസ്റ്റ് ചെയ്തു. അയാളെ കീക്കാൻ തൂക്കം വെച്ച് ഇടിച്ചു നടപ്പാക്കി. അയാളെ 3-ാം മുറ, അതിനപ്പുറത്തെന്തൊക്കെ മുറയുണ്ടോ അതൊക്കെ നടപ്പാക്കിക്കൊണ്ട് പറയിപ്പിച്ചു. എന്നിട്ട് പറയിപ്പിച്ചുകൊണ്ട് മുനീറിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് പോലീസ് സൂക്ഷിച്ചു വെച്ചു. ഞങ്ങളുടെ പ്രതിഷേധം കണ്ടപ്പോ മുനീറിനെ വെറുതെ വിട്ടു എന്നാ പറയുന്നത്. മുനീർ പറഞ്ഞതും പറയാത്തതും ഒന്നും ഞങ്ങൾക്ക് വിഷയമല്ല. അതെന്തോ ആകട്ടെ, അതെന്തായാലും ശരി, ഒരു മുനീറിനെ മുമ്പിൽ വെച്ച് ഒരുപക്ഷെ മുനീറിൽ നിങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അപരാധങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാകാം. മുനീറിന്റെ മുമ്പിൽ വെച്ച് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാനുള്ള വഴിയുണ്ടല്ലോ, അത് സമ്മതിക്കുകയില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ഏത് പോലീസ് തമ്പുരാൻ കേസ് രജിസ്റ്റർ ചെയ്താലും, ഏത് തിരുവനന്തപുരത്തെ ഏമാനെന്ന് വിളിച്ചു പറഞ്ഞാലും, ഞങ്ങളുടെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം ഈ സ്ഥാപനത്തിലെ പിഞ്ചു പൈതങ്ങളെ പീഡിപ്പിച്ച പ്രതികളെ പ്രതിക്കൂട്ടിൽ വെച്ചുകൊണ്ട് ശിക്ഷിക്കാൻ തയ്യാറാവാത്ത പക്ഷം പ്രതിഷേധം അടക്കാൻ നമുക്ക് മനസ്സില്ല. അത് സമരം അതിശക്തമായി തന്നെ നമ്മൾ തുടരുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ ഒരു ദിവസം പോലും സ്ഥാപനം അടച്ചിടണമെന്ന് പറയുന്നില്ല. ആര് പഠിപ്പിച്ചാലും പഠനം തന്നെയാണ്. അറിവ് തടയാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷെ അറിവിന്റെ പേരിൽ പേക്കൂത്ത് സമ്മതിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അതുകൊണ്ട് നാട്ടുകാരുടെ പ്രതിഷേധമാണ്. ഇനിയും സമയമുണ്ട്. നാടാകെ പ്രസംഗിച്ച് അധികം ചളമാവാതെ, നാടാകെ പത്രസമ്മേളനം നടത്തി കൂടുതൽ വഷളാവാതെ പേരോടെ സമയമുണ്ട്. ആ സമയം നിങ്ങളുടെ കോട്ടിലാണ് പണ്ട്. മാന്യമായി കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നാട്ടുകാരുടെ പ്രതിഷേധത്തെ പരമാവധി സ്വീകരിച്ചുകൊണ്ട് ഒരു മേശക്ക് ചുറ്റിമിരുന്നുകൊണ്ട് പറഞ്ഞ് പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്ക് ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ. പ്രതികളായി കുട്ടി സൂചിപ്പിച്ചു തന്നവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടത്തിനും അന്വേഷണം തയ്യാറായി മുന്നോട്ട് വരുന്ന പക്ഷം ഏത് ചർച്ചകൾ ഞങ്ങൾ തയ്യാറാണ് എന്നുകൂടി മൊത്തം നാട്ടുകാരുടെ വകയല്ല, SKSFന്റെ വകയായി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ചർച്ചകളും ഈ സമരങ്ങളും എല്ലാം നാം ഒരു പണ്ഡിത വ്യൂഹത്തിനോ ഒരു സ്ഥാപനത്തിനോ എതിരല്ല. നീതിക്ക് വേണ്ടി, സഹനത്തിന് വേണ്ടി, രാജ്യത്തെ ഇരകൾക്ക് വേണ്ടി,
പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി, ബാലന്മാർക്ക് വേണ്ടി, ശിശുക്കൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു. ജയ് എസ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.